UK ഇപ്പോൾ സമ്മർ ടൈമാണേ. പ്രോപ്പർ സമ്മറായെന്ന് പറയാൻ പറ്റത്തില്ല. മഴയും തണുപ്പുമൊക്കെ ഇപ്പോഴും ഉണ്ട്. എങ്കിൽ തന്നെയും പൂക്കളുടെ ഒരു കാലമാണ്. നമ്മൾ റോഡിൽ കൂടെ എവിടെ പോയാലും അതിൻ്റെ റോഡ് സൈഡിലൊക്കെ നിൽക്കുന്ന ചെറിയ കാട്ടുപൂവിന് പോലും ഒരു പ്രത്യേക ഭംഗിയാണ്. നമ്മുടെയൊക്കെ ഒരു ചെറിയൊരു ഗാർഡനുണ്ട്. ആ ഗാർഡനിൽ കുറച്ച് ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്, കുറേ ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. എങ്കിലും ഞങ്ങൾക്കൊരു മഞ്ഞ പൂവുള്ളൊരു മരമുണ്ട്. അതിൻ്റെ പേര് ലാബർണം എന്നാണ്. ഇതിനെ ഇവിടെ ഗോൾഡൻ ചെയിൻ ട്രീ എന്നും പറയും. നമ്മുടെ നാട്ടിലെ കൊന്നമരമില്ലേ, അതേ രീതിയിൽ തന്നെയുള്ളൊരു മരമാണ്. പക്ഷേ ഇത് കൊന്നമരമല്ല. ഇതിൻ്റെ പൂക്കളൊക്കെ ആണെങ്കിൽ നല്ല നീളത്തിലിങ്ങനെ തൂങ്ങി പൂക്കുലയായിട്ട് അതിന് ഏകദേശം ഒരു 20 മുതൽ 60 സെൻറ്റിമീറ്റർ വരെ നീളം കാണുമേ. ഇതിന് ഒരു പയറിൻ്റെ പൂ പോലുള്ള രൂപമാണ്. പക്ഷേ അത് നല്ല ചെറിയ മണമുണ്ട്, കാണാൻ വളരെ ഭംഗിയാണ്. ഞാനാണെങ്കിൽ ഇതിൻ്റെ സമയമെന്ന് പറയുന്നത് ഏപ്രിൽ ടു ജൂണാണ്. പക്ഷേ ലിമിറ്റഡ് ടൈമേ ഉള്ളൂ അതിൻ്റെ ലൈഫ്. ഒരു 3 to 4 വീക്സ് അല്ലെങ്കിൽ മാക്സിമം 6 വീക്സാണ് പറയുന്നത്. പക്ഷെ മഴയോ കാറ്റൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അത് നശിച്ചു പോകും. ആദ്യം വളരെ കുറച്ചായിട്ട് പൂവുണ്ടായി കഴിയുമ്പോൾ ഇലകളൊക്കെ കാണും. പക്ഷേ പൂ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇലകൾ ഒട്ടും കാണാൻ വയ്യാത്ത രീതിയിൽ അത് നിൽക്കുന്നത് കാണാൻ വളരെ ഭംഗിയാണ്. ഞാൻ എല്ലാ ദിവസവും ഇത് പൂ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ട് ഉച്ചയ്ക്ക് എപ്പോഴൊക്കെ നോക്കാൻ പറ്റും. ഞാൻ ഇങ്ങനെ കുറേ നേരം നോക്കി നിൽക്കും. നമുക്കൊരു മനസ്സിനൊരു പ്രത്യേക കുളിർമയാണ് അത് കാണുമ്പോഴും. ഇവിടെ ഒട്ടുമിക്ക വീടുകളിലൊക്കെ അതുണ്ട്. മെയിൻലി ഇത് പാർക്കുകളിലും നല്ല നല്ല അലങ്കാരത്തിനൊക്കെ ആയിട്ട് തോട്ടങ്ങളിലൊക്കെ ഇങ്ങനെ അവർ നല്ല രീതിയിൽ അതിനെ വെട്ടി നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കും. അത് കാണാനൊക്കെ ആയിട്ട് ആളുകൾ ധാരാളം പോയി കാണാനൊക്കെ പോകാറുണ്ട്. നമ്മുടെ മുറ്റത്ത് ആ മരം നിൽക്കുന്നത് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. പ്രത്യേകിച്ച് അതിൻ്റെ കളറെന്ന് പറഞ്ഞാൽ വളരെ മനോഹരമാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിടാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഈ നമ്മുടെ ലാബർണം ഗോൾഡൻ ചെയിൻ ട്രീയുടെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇത്. ശരിക്കും തണുപ്പുള്ള സ്ഥലങ്ങളിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. എല്ലാ വർഷവും ഇതിൻ്റെ പൂ വരാനായിട്ട് ഞാൻ കാത്തിരിക്കും. ഓരോ വർഷവും കൂടുതൽ പൂവോടുകൂടി അത് കാണുമ്പോൾ ഒരു പ്രത്യേക മനസ്സിന് സന്തോഷവും ആനന്ദവും നല്ലൊരു പോസിറ്റീവ് മൂഡിലേക്ക് നമ്മളെ കൊണ്ടുപോകും. പ്രതീക്ഷയോടെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു.